DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 16 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കലും പങ്കിടലും വളരെ എളുപ്പത്തിലാക്കാൻ ആൻഡ്രോയിഡ് iOS ഉപയോക്താക്കൾക്കായി പുതിയ ആധാർ ആപ്പ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ്. ഫിസിക്കൽ ആധാർ കാർഡിന് പകരം ഡിജിറ്റലായി ആധാർ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ടു നടക്കാനുള്ള സൗകര്യം, ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങി അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിലുണ്ട്. പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പഴയ ആധാർ ആപ്പിൽ നിന്ന് ഏറെ വ്യത്യസ്തമായാണ് പുത്തൻ ആധാർ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് നവംബർ 17 മുതൽ, അതായത് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസരം എത്തിയിരിക്കുകയാണ്. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വൃക്ക, കരൾ, ഹൃദ്രോഗമുള്ളവർ, ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡുകൾ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മതിയായ രേഖകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്തറിയിപ്പ്, LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന്റെ KYC പുതുക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ്. ലഭിക്കുന്ന സബ്സിഡി നിലനിർത്താൻ എല്ലാ വർഷവും പുതുക്കണമെന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾ 2026 മാർച്ച് 31 മുൻപ് KYC പുതുക്കണമെന്നാണ് നിർദ്ദേശം എത്തിയിരിക്കുന്നത്. ഈ KYC പുതുക്കാത്തവർക്ക് സബ്സിഡി അർഹതയുണ്ടാകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം LPG സിലിണ്ടറുകൾക്കാണ് പരിശോധന നിർബന്ധമാക്കിയത്. KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ 8ാമത്തെയും 9ാമത്തെയും സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി തടഞ്ഞുവെക്കും. മാർച്ച് 31 മുൻപ് ചെയ്താൽ സബ്സിഡി തിരികെ ലഭിക്കും. തീയതിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ സബ്സിഡി റദ്ദാക്കപ്പെടും. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാം ഗഡു വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 4 മാസങ്ങളിലെ ഗഡുവായ 2000 രൂപയുടെ വിതരണ തീയതിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ നൽകുന്ന PM ഇവന്റ്സ് എന്ന വെബ്സൈറ്റിലൂടെയാണ് 21ാമത് ഗഡുവിന്റെ വിതരണ തീയതി വന്നിരിക്കുന്നത്. അതനുസരിച്ച് നവംബർ മാസം 19ാം തീയതി ബുധനാഴ്ച 11 മണിയോടെ 21ാമത് ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ KYC പൂർത്തിയാക്കിയ ചിലർക്ക് വീണ്ടും KYC ചെയ്യാനുള്ള നിർദ്ദേശം PM കിസാൻ പോർട്ടലിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നിർദ്ദേശം വന്നവർ ബയോമെട്രിക് KYC വീണ്ടും പൂർത്തിയാക്കേണ്ടതാണ്. 21ാമത് ഗഡുത്തുക ഉൾപ്പെടെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇത് വളരെ അനിവാര്യമാണ്. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ 21ാം ഗഡുത്തുക വിതരണം നടക്കുമ്പോൾ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആവുകയുള്ളൂ. ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് അല്ലെങ്കിൽ തുക അക്കൗണ്ടിൽ വരാതെ തിരികെ പോകുന്നതാണ്. അതിനാൽ നവംബർ 19-ന് 21ാമത് ഗഡുത്തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ തുക അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ വന്നില്ലെങ്കിൽ അതിന്റെ കാരണം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. എന്തായാലും നവംബർ 19 ബുധനാഴ്ച PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത് ഗഡുത്തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്ന സന്തോഷ വാർത്ത എത്തുകയാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നവംബർ 20 മുതൽ ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത്. പുതുക്കിയ പെൻഷൻ തുകയായ 2000 രൂപയും അതോടൊപ്പം കുടിശ്ശികയായ 1600 രൂപയും ചേർത്ത് 3600 രൂപയാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. നവംബർ 20 വ്യാഴാഴ്ച മുതലാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ക്രെഡിറ്റ് ആയി തുടങ്ങുക. പിന്നീട് അധികം വൈകാതെ തന്നെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് തന്നെ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാർ ശ്രമം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.